ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം ഈ പകൽക്കാലവും വാഴ്ത്തപ്പെടുമാറാകട്ടെ. इस सुबह के समय परमेश्वर का नाम पवित्र है, वो धन्य है. എമണ്ടൻ ലൈഫ് ചർച്ച് അധ്യക്ഷത വഹിക്കുന്ന അഭിഷക്തൻ, ബഹുമാനമുള്ള കുടുംബം, ഇമ്മാനുവൽ പാസ്റ്റർ കുടുംബം, ചേർന്ന ശുശ്രൂഷയിലായിരിക്കുന്ന ശുശ്രൂഷകർ, കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട എല്ലാ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിൻ നാമത്തിൽ സ്നേഹവന്ദനം. यहाँ पर परमेश्वर की सेवा करने वाले सभी परमेश्वर के दास लोग, उनका परिवार और यहाँ पर आए हुए सभी पवित्र जनों को प्रभु यीशु मसीह का नाम से मैं नमस्कार कहता हूँ. നാം ദൈവത്തിന് വിലയേറിയവരാണ്. हम परमेश्वर के दृष्टि में बहुमूल्य है. നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നമ്മുടെ ഫോണിലേക്ക് ഒരു ദിവസം വിളിച്ചിട്ട് എൻ്റെ ഭവനത്തിലേക്ക് വരുവിൻ എന്ന് വിളിച്ചാൽ നമുക്ക് എത്ര സന്തോഷം അന്ന് തോന്നും. भारत के यदि प्रधानमंत्री हमारे फ़ोन पर फ़ोन करके हमें यदि उनसे मिलने के लिए उनके घर पर बुलाएंगे तो कितना खुश होंगे हम. എന്നാൽ നമ്മെ വിളിച്ചിരിക്കുന്നത് അന്ധകാരത്തിൽ നിന്ന് ഈ ലോകത്തെ സൃഷ്ടിച്ച കർത്താവാണ്. एक बात ध्यान रखिए, इस ब्रह्मांड का सृष्टिकर्ता परमेश्वर ने हमें अंधकार में से उसके भवन में अद्भुत ज्योति में बुलाया है. നമ്മുടെ വില വലുതാണ്. കർത്താവിൻ്റെ വിലയേറിയ രക്തം നൽകിയാണ് നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത്. हमारी कीमत इतना अधिक है क्योंकि प्रभु यीशु मसीह ने अपना बहुमूल्य लहू देकर के हमें खरीदा है. പലപ്പോഴും നമ്മുടെ വിലയെക്കുറിച്ച് നാം തന്നെ ചിന്തിക്കാറില്ല. कई बार हम कितने मूल्यवान हैं उसके विषय में हम सोचते नहीं हैं. ദൈവത്തിന് മഹത്വം. परमेश्वर की महिमा हो. അല്പസമയ ചിന്തയ്ക്കായി थोड़ा समय वचन से मनन करने के लिए രണ്ട് വേദഭാഗം വായിക്കാം. 2 वचन का भाग को हम पढ़ेंगे. ലൂക്കോസ് സുവിശേഷം 21 अध्याയം 29 വാക്യവും लूका का सुसमाचार 21वां अध्याय उसका 29वां पद. लूका 21 का 29. റോമർക്കെഴുതിയ ലേഖനം 11 अध्याയം 15 വാക്യവും. रोमियो की पत्री 11वां अध्याय उसका 15वां पद. അവിടെ ഇപ്രകാരം പറയുന്നു, അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പിൻ. वहाँ पर इस प्रकार लिखा हुआ है, अंजीर के पेड़ को देखकर एक दृष्टांत सीखो. അതിൻ്റെ കൊമ്പ് ഇളതായി ഇല തളിർക്കുമ്പോൾ വേനലെടുത്തു. उसके कोपले निकलती है तो तुम देखकर आप ही जान लोगे ग्रीष्मकाल निकट है. അവണ്ണം തന്നെ ഇത് സംഭവിക്കുമ്പോൾ ദൈവരാജ്യം അടുത്തിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. इसी रीति से जब तुम ये बातें होते देखो तब जान लो कि परमेश्वर का राज्य निकट है. റോമർ 11:15 ഇപ്രകാരം പറയുന്നു, रोमियो की पत्री 11वां अध्याय उसके 15वां पद में इस प्रकार लिखा है, അവരുടെ ഭ്രംശം ലോകത്തിന്റെ നിരപ്പിന് ഹേതുവായെങ്കിൽ क्योंकि जबकि उनका त्याग जाना जगत के मिलाप का कारण हुआ, അവരുടെ അംഗീകരണം മരിച്ചവരുടെ ഉയർപ്പെന്നല്ലാതെ എന്താകും? तो क्या उनका ग्रहण किया जाना मरे हुओं में से जी उठने के बराबर ना होगा. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി 2 കുറിവാക്യം വായിച്ചതായിരുന്നു. ഇതിനോടനുബന്ധിച്ച് നമുക്ക് തിരുവചനത്തിൽ നിന്ന് ചിന്തിക്കാം. आज का मनन के लिए आधार रूप में 2 वचनों को हम लोगों ने पढ़ा है. इसके साथ साथ अन्य वचनों को भी हम मनन करेंगे. ഈ വചനത്തിന്റെ ആഴങ്ങളെ ദൈവം നമ്മെ ഗ്രഹിപ്പിക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. इस वचन के गहराई में परमेश्वर हमें ले चलने के लिए हम लोग प्रार्थना करें. പരിശുദ്ധനായ കർത്താവേ, परम पवित्र परमेश्वर, വചനത്തിന്റെ ആഴങ്ങളെ ഗ്രഹിപ്പിക്കണമേ. वचन का गहराई हमें समझा दीजिए. ഹൃദയത്തിലും മനസ്സിലും സംഗ്രഹിക്കുവാൻ കൃപ നൽകണമേ. हमारे हृदय और मन में इन वचनों को रखने के लिए हमें कृपा कीजिए. ദൈവനാമ മഹത്വത്തിന് കാരണമാകുവാനിടയാകണമേ. परमेश्वर का नाम का महिमा के लिए सब कारण बनने में सहायता करें. അവിടുത്തെ മക്കളായ ഞങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണമേ. परमेश्वर, हम आपके संतान हैं, हमें आप आशीषित कीजिए. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. प्रभु यीशु मसीह का नाम से हम मांगते हैं. ഈ വചനത്തിലേക്ക് ശ്രദ്ധയെ തിരിക്കുന്നതിന് മുമ്പ് ചെറിയൊരു അനുഭവ സാക്ഷ്യം പറഞ്ഞുകൊണ്ട് ഈ വചനത്തിലേക്ക് ശ്രദ്ധയെ തിരിക്കാം. इस वचन में आने से पहले मैं अपना जीवन का एक अनुभव, उसका गवाही आपके सामने बांटना चाहता हूँ. ദൈവത്തിന് മഹത്വം. 25 വർഷങ്ങൾക്ക് മുൻപ് മാനസിക രോഗിയായിട്ട് എന്നെ കെട്ടിയിട്ടിരുന്ന ഒരവസ്ഥയായിരുന്നു. 25 साल पहले
मैं एक मानसिक रूप से बीमार व्यक्ति था, पागल होकर के मुझे बांध के रखा हुआ था। മെൻ്റൽ ആശുപത്രിയിൽ കുറച്ച് നാൾ ചികിത്സിച്ചു, പൂജ ചെയ്തു. मानसिक विभ्रांति वाले लोगों को इलाज करने वाला मेंटल हॉस्पिटल में मेरा इलाज हुआ था और उसके बाद अनेक तरीके का दूसरा प्रकार का इलाज भी किया। അതിനുശേഷം ഒരു ഷാരോൻ എന്ന് പറയുന്ന കേരളത്തിൽ തിരുവനന്തപുരത്ത് ഷാരോൻ എന്ന് പറയുന്ന ചർച്ചിൽ കൊണ്ടുപോയി 3 ദിവസത്തെ ചർച്ചിലും വീട്ടിലുമായിട്ട് നടന്ന ഉപവാസ പ്രാർത്ഥനയിൽ കർത്താവ് പരിപൂർണമായി സൗഖ്യം നൽകി. उसके बाद शारोन फेलोशिप नाम का एक चर्च ट्रिवांड्रम में है और वहाँ पर मुझे लेकर के गया। 3 दिन उपवास प्रार्थना चर्च में और हमारे घर पर रखे गए। उस 3 दिन के उपवास प्रार्थना में परमेश्वर ने मुझे पूर्ण रूप से चंगा किया। ദൈവത്തിന് മഹത്വം. കർത്താവ് തന്ന परमेश्वर को महिमा मिले। കർത്താവ് തന്ന സുബോധം കാരണമാണ് ഇന്ന് ഈ പകൽക്കാലം ഇവിടെ ആയിരിക്കുന്നത്. प्रभु ने मुझे होश में लाने में सहायता किया है। उस होश के कारण मैं आज आपके सामने खड़ा हो सका। ഈ ദൈവത്തെ അറിയുന്നതിന് മുൻപ് എനിക്ക് സമാധാനമില്ലാതിരുന്നു. इस परमेश्वर को जानने से पहले मैं अशांति में जीवन बिताता था। അതിന് കാരണം 2ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. उसका कारण ये है मैं केवल दूसरी कक्षा तक स्कूल जा सका। മലയാളം എഴുതാനും വായിക്കാനും അറിഞ്ഞുകൂടാ. मलयालम लिखने में पढ़ने में मैं असमर्थ था। ഇനി ഈ ലോകത്തിലൊരു ഉയർച്ചയില്ല. इस संसार में मेरे लिए कुछ भी रखा नहीं, മരിച്ചാൽ മതി. मरना है मुझे। റബ്ബർ ടാപ്പ് ചെയ്യുന്ന ആ സ്ഥലത്ത് നിന്ന് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു, എൻ്റെ പ്രാണനെ എടുക്കണമേ, ജീവിച്ച നാൾ മതി. और रबर के दूध निकालने के उस जगह पर मैं इस प्रकार प्रार्थना करते थे, परमेश्वर मैं मरना चाहता हूँ और मुझे मरने दे। കാരണം ഇനി മറ്റൊരാളുടെ സഹായമില്ലാതെ ബസ് കയറി എങ്ങും പോകാൻ കഴിയില്ല. എഴുതാനും വായിക്കാനും അറിഞ്ഞുകൂടാ. मैं पढ़ नहीं पा रहा था, मैं लिख नहीं पा रहा था, किसी के सहायता के बिना एक अक्षर भी मेरा समझ में नहीं आता था। बस में चढ़ के कहीं जाना गया तो बोर्ड तक मैं पढ़ नहीं सकता था। तो मैं सोचता था ऐसा जिंदगी क्यों जीना है। എന്നാൽ ഈ സത്യ സുവിശേഷം എൻ്റെ ഹൃദയത്തിലേക്ക് വന്നപ്പോൾ ഹൃദയത്തിലുള്ള ദുഃഖവും നിരാശയും മാറിപ്പോയി. पर ये जो सत्य का सुसमाचार मेरे हृदय में आते ही मेरे हृदय का वो निराशा और दुख मुझसे चला गया। ദൈവത്തെ അറിഞ്ഞപ്പോൾ ദൈവം എൻ്റെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്തി. जब मैं परमेश्वर को जाना, परमेश्वर ने मेरे हालात में बदलाव को दिया। ആവർത്തന പുസ്തകം 30:2 പറയുന്നു, 30:2 പൂർണ്ണ ഹൃദയത്തോട് ദൈവത്തിൻ്റെ അടുക്കലേക്ക് തിരിഞ്ഞാൽ, व्यवस्था विवरण 30वां अध्याय उसका दूसरा पद में लिखा हुआ है, यदि पूर्ण मन से तू यहोवा की ओर फिरे, നീയും നിന്റെ മക്കളും तो तू और तेरे संतान ദൈവത്തിൻ്റെ അടുക്കലേക്ക് തിരിഞ്ഞാൽ നിന്റെ സ്ഥിതി മാറ്റും. परमेश्वर की ओर मुड़ेंगे तो परमेश्वर आपके हालात में बदलाव देगा। നിന്നോട് മനസ്സലിയും ദൈവം. परमेश्वर तुझ पर दया करेगा। ദൈവം നിന്റെ അടുക്കലേക്ക് തിരിയും. परमेश्वर तुम्हारे ओर फिरेगा। ദൈവത്തെ അറിഞ്ഞതും ദൈവത്തെ സേവിച്ചു തുടങ്ങിയപ്പോൾ തന്നെ കർത്താവിൻ്റെ സ്ഥിതിയെ മാറ്റി തുടങ്ങി. जब मैं परमेश्वर को जानने लगा और परमेश्वर की आराधना करना आरंभ किया, परमेश्वर मेरे हालात में बदलाव को लाया। പെട്ടെന്ന് തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിൽ അവിടെ പഠിക്കുന്നവർക്ക് ആഹാരം വിളമ്പി കൊടുക്കുക, അങ്ങനെ ഒരു 3 വർഷം അവിടെ ജോലി ലഭിക്കുവാനിടയായി. त्रिवांड्रम के मेडिकल कॉलेज का एक हॉस्टल है। उस हॉस्टल में वहाँ पर रहने वाले डॉक्टरों को खाना परोसने का काम मुझे मिल गया। വീണ്ടും ഒരു 7 വർഷം ഫോൺ അറ്റൻഡറായിട്ട് കർത്താവ് ജോലി നൽകി. उसके बाद 7 वर्ष वहाँ पर फोन को अटेंड करने वाले रिसेप्शनिस्ट के रूप में मैंने वहाँ पर काम किया। വീണ്ടും 6 മാസം കുക്കായിട്ട് ജോലി നൽകി. उसके बाद 6 महीने मैंने वहाँ खाना पकाने वाले का काम किया। വീണ്ടും 6 വർഷം ചീഫ് കുക്കായിട്ട് കർത്താവ് ജോലി നൽകി. उसके बाद 6 साल मुझे वहाँ का मुख्य खाना बनाने वाले के रूप में रखा। എന്നാൽ ഞായറാഴ്ച അവധി തരാത്തത് കൊണ്ട് ഞാൻ 2013 16 വർഷം ജോലി ചെയ്തതിന് ശേഷം ഞാൻ അവിടെ നിന്ന് പിരിഞ്ഞു വന്നു. 16 साल मैंने वहाँ पर काम किया है, पर इतवार का दिन मुझे छुट्टी नहीं मिलता था। इस कारण मैंने वहाँ का नौकरी को 2013 में छोड़ दिया। കുറച്ച് നാൾ നാട്ടിൽ പാചകവുമായിട്ട് മുന്നോട്ട് പോയി. कुछ समय तक मैं केरला में हलवाई का काम करता रहा।
അതിനുശേഷം ഭാര്യയും 2 മക്കളുമായിട്ട് ബീഹാറിലേക്ക് കടന്നു പോകുവാനിടയായി. उसके बाद पत्नी और 2 बच्चों को लेकर के मैं बिहार में चला गया. 1 വർഷവും 2 മാസവും അവിടെ ആയിരിക്കുവാനിടയായി. 1 साल और 2 महीना बिहार में काम किया है. ദൈവത്തിൻ്റെ മഹത്വം. അതിനുശേഷം നാട്ടിൽ വന്നു. उसके बाद केरला में वापस जाने का ऐसा हालात हो गया. ഞാൻ പോയത് മുതലേ എഴുതി പഠിക്കാൻ തുടങ്ങി. मैं जब से जाने लगा कि मैं लिख करके सीखने लगा. ഞാൻ 1 വർഷവും 2 മാസവും കഴിഞ്ഞ് നാട്ടിലേക്ക് വന്നപ്പോൾ ഒരു ഭാഷയുമായിട്ടാണ് വന്നത്. 1 साल 2 महीने के बाद मैं जब केरला में वापस आ गया, एक नया भाषा सीख करके मैं आया. കഷത്തിലിരിക്കുന്നത് വിട്ടാൽ മുകളിലിരിക്കുന്നത് എടുക്കാം. और यदि आप बगल में दबा करके जो रखोगे उसको छोड़ोगे तो ऊपर जो रखा गया उठा पाओगे. ദൈവത്തിൻ്റെ മഹത്വം. ഞാൻ മെഡിക്കൽ കോളേജിൽ നിന്ന് അവിടെ നിന്ന് വിട്ടെങ്കിലും ഒരു ഭാഷ ദൈവം നൽകുവാനിടയായി. मैं मेरे नौकरी को छोड़ करके बिहार में आने के कारण एक और नया भाषा सीखने के लिए प्रभु ने मेरी मदद की. വന്നിട്ട് ഒരു വയല് വിറ്റ് ഒരു ഒമിനി വാങ്ങി, ഒരു ജനറേറ്റർ വാങ്ങി, ലാപ്ടോപ്പ് പ്രൊജക്ടറൊക്കെ സ്നേഹിതർ വാങ്ങി തന്നു. ഇതുമായിട്ട് വടക്കേ ഇന്ത്യയിൽ നിന്ന് അവിടെ ക്യാമ്പുകൾ ജോലി ചെയ്യുന്ന അവരുടെ ഇടയിലേക്ക് വീഡിയോ കാണിച്ചുകൊണ്ട് യേശുവിൻ്റെ ജീവചരിത്രം കാണിച്ചുകൊണ്ട് സുവിശേഷമായിട്ട് പോകുവാൻ കർത്താവ് അവസരമൊരുക്കി. केरला में जाते ही एक ओमनी वैन खरीदा है. उसके बाद प्रोजेक्टर खरीदा, जनरेटर खरीदा. मेरे मित्रों ने मेरी सहायता की. और जो उत्तर भारत से वहाँ पर आकर के मिलिट्री बेस में काम करने वाले लोगों के बीच में यीशु मसीह का पिक्चर दिखाते हुए सुसमाचार सुनाने का काम में मैं लग गया. ബൈബിൾ വായിച്ചാണ് ഞാൻ മലയാളം പഠിക്കുന്നത്. मैंने मलयालम बाइबल पढ़ने के द्वारा वो भी सीख लिया. ഹോസ്റ്റലിലായിരിക്കുമ്പോൾ ചെറുതായിട്ട് ഇംഗ്ലീഷ് വായിക്കുവാൻ കർത്താവ് പഠിപ്പിച്ചു. हॉस्टल में जब था थोड़ा थोड़ा इंग्लिश सीखने के लिए या पढ़ने के लिए प्रभु ने सहायता की. ബീഹാറിൽ കർത്താവ് കൊണ്ടുപോയി ഹിന്ദി വായിക്കുവാനും പഠിപ്പിച്ചു. बिहार में ले जा करके हिंदी पढ़ने के लिए परमेश्वर ने मेरी सहायता की. ഞാൻ ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 4 വാക്യം, ചെറിയ തെറ്റുണ്ടായാലും ഹിന്ദിയിലൊന്ന് വായിക്കുന്നത് എനിക്ക് വലിയ അറിവുണ്ടെന്ന് കാണിക്കാനല്ല, ദൈവത്തെ അറിഞ്ഞപ്പോൾ ദൈവം വരുത്തിയ വ്യത്യാസത്തെക്കുറിച്ച് പറയുവാനാണ്. लूका के सुसमाचार अध्याय 4 का 1 से 4 तक मैं हिंदी में आपके सामने पढ़ूंगा. गलती हो सकता है, ये मेरा ज्ञान आपको दिखाने के लिए नहीं, परमेश्वर मेरे जीवन में क्या कार्य किया वो आपको बताने के लिए है. फिर यीशु पवित्र आत्मा से भरा हुआ यर्तन से लौटा और 40 दिन तक आत्मा के सिकान से जंगल में फिरता रहा और शैतान उसकी परीक्षा करता रहा. उन दिनों में उसने कुछ ना खाया और जब वे दिन पूरे हो गए तो उसे भूख लगी और शैतान ने उसे कहा, यदि तू परमेश्वर का पुत्र है तो इस पत्थर से कह रोटी बन जाए. यीशु ने उसे उत्तर दिया कि लिखा है, मनुष्यन केवल रोटी से जीवित न रहेगा. ഈ ദൈവത്തെ അറിയാതിരുന്നപ്പോൾ മനസ്സമാധാനം നഷ്ടപ്പെട്ട് ഇനി മരിച്ചാൽ മതി എന്ന് പറഞ്ഞ സ്ഥാനത്ത് ദൈവത്തെ അറിഞ്ഞപ്പോൾ ദൈവം സമാധാനം നൽകുവാനിടയായി. जब परमेश्वर को नहीं जानता था उस वक्त मन में अशांति भर करके मैं मरने के लिए, आत्महत्या के लिए चाहता था. लेकिन जब यीशु मसीह को मैंने जाना है, मेरे मन में इतना शांति आया, जीवन का चाहत जीवन में आया. ദൈവവചനത്തിൽ പറയുന്നു, യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭം. परमेश्वर का वचन में लिखा हुआ है, यहोवा का भय मानना बुद्धि का मूल है. ആരംഭമേ ആയിട്ടുള്ളൂ, പിന്നെ കടൽ പോലെ കിടക്കുന്നു. वो केवल मूल है, लेकिन आपके सामने वो केवल शुरुआत है, आगे समुद्र के समान विशाल है. വീണ്ടും തിരുവചനത്തിൽ പറയുന്നു, തങ്ങൾക്ക് തന്നെ ജ്ഞാനികളായും വിവേകികളായും തോന്നുന്നവർക്ക് അയ്യോ കഷ്ടം. वचन में इस प्रकार लिखा हुआ है, अपने आप को ज्ञानी समझने वाले लोग, समझदार समझने वाले लोगों को हाय. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. यहोवा का भय मानना बुद्धि का मूल है. ജ്ഞാനം രണ്ടുണ്ട്, ഈ ലോകത്തിൻ്റെ ജ്ഞാനവും ഉയരത്തിലെ ജ്ഞാനവും. 2 प्रकार का ज्ञान है, एक संसार का ज्ञान है, दूसरा परमेश्वर का ज्ञान है. ഈ ലോകത്തിൻ്റെ ജ്ഞാനം നശിച്ചു പോകും, ഉയരത്തിലെ ജ്ഞാനം നിലനിൽക്കും. इस संसार का ज्ञान सब नष्ट हो जाएंगे, लेकिन ऊपर का जो परमेश्वर का ज्ञान है वो स्थिर रहेगा. യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായം 17-ാം വാക്യം, ഉയരത്തിലെ ജ്ഞാനമോ ഒന്നാമത് നിർമ്മലവും.
याकूब की पत्री 3रा अध्याय उसका 17वां पद में इस प्रकार लिखा है, ऊपर का ज्ञान सबसे पहले निर्मल है, പിന്നെ സമാധാനവും उसके बाद शांति, ശാന്തതയും उसके बाद आपके जीवन में तसली, അനുസരണമുള്ളതും. वो आज्ञाकारिता. അനുസരണം അപ്പനെ അമ്മയും മക്കൾ അനുസരിക്കുന്നുവെങ്കിൽ അവർക്ക് ഉയരത്തിലെ ജ്ഞാനമുണ്ട്. यदि बच्चे अपना माता पिता का आज्ञा को मानते हैं तो उसके अंदर ऊपर का ज्ञान है. അനുസരിക്കുന്നില്ല എങ്കിൽ ജ്ഞാനമുണ്ട്, ഈ ലോകത്തിലെ ജ്ഞാനമേ ഉള്ളൂ. यदि माता पिता का आज्ञा बच्चे नहीं मानते हैं तो भी आपके अंदर ज्ञान तो जरूर है, पर वो ज्ञान इस संसार का ज्ञान है. ഈ ലോകത്തിലെ ജ്ഞാനം 1 കൊരിന്തി 2-ാം അധ്യായം 4-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. पहला कोरिन्थी 2रा अध्याय उसका पद 4 पढ़ने का समय इस संसार का ज्ञान के बारे में लिखा है. ദൈവത്തിൻ്റെ മഹത്വം. പ്രത്യേകിച്ചും മക്കൾ ഭാവിയിൽ നല്ല നിലയിൽ എത്തണമെങ്കിൽ അപ്പനെയും അമ്മയും ഭയപ്പെടണം, ബഹുമാനിക്കണം, അപ്പൻ്റെ അമ്മയുടെ പ്രബോധനം മുറുകെ പിടിക്കണം. यदि बच्चे आप भविष्य में कामयाब होना चाहता है तो आप अपना माता पिता का भय मानना है, उनका आज्ञा को मानना है, और वो आप लोगों को जो कुछ भी सिखाता है उसको थामे रखना है. ദൈവത്തിൻ്റെ മഹത്വം. ഇനി നാം വായിച്ച ആ കുറിവാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. अब जो वचन हमने पढ़ा है उस वचन की ओर हम हमारे ध्यान को ले चलेंगे. നാം ചിന്തിക്കുവാനിടയായി അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പിൻ. हम इस प्रकार पढ़े हैं, अंजीर का वृक्ष को देखकर एक दृष्टांत सीखो. ഈ വിഷയത്തോട് ഉള്ള അതിപ്രധാനമായ ഭാഗം ഈ സമയം നമുക്ക് വളരെ ശ്രദ്ധയോടെ ചിന്തിക്കാം. अब सबसे मुख्य जो बात है आप ध्यान पूर्वक सुनिए. എങ്ങനെ കേൾക്കണമെന്ന് തിരുവചനത്തിൽ പറയുന്നു. എബ്രായർ 2-ൽ കേട്ട വചനം അധികം ശ്രദ്ധയോടെ, ശ്രദ്ധ മാത്രമല്ല അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം, അല്ലെങ്കിൽ എടുത്തു കളയുവാൻ ശത്രുവായവനുണ്ട്. इब्रानियों का पत्री 2रा अध्याय में इस प्रकार लिखा हुआ है, जो वचन आपने सुना है उसको ना केवल सुनना है बल्कि उसको बहुत ध्यान से सुनना है, नहीं है तो दुश्मन उसको चुरा सकता है. അത്തി, ഒലിവ്, മുന്തിരി ഇസ്രായേലിനെ കുറിക്കുന്നു. अंजीर का वृक्ष जो है और दाखलता जो है और ये जो वृक्ष है ये इज़राइल के बारे में बताते हैं, या अंजीर, जैतून और दाखलता ये तीनों इज़राइल के बारे में बताते हैं. യോവേൽ 1-ാം അധ്യായം 6-7 വാക്യത്തിലും യെശയ്യ പ്രവചനം 5-ാം അധ്യായം 1-ാം വാക്യം മുതലും വായിക്കുമ്പോൾ അവിടെ ഇസ്രായേലിനെ മുന്തിരിയായിട്ടും അത്തിയായിട്ടും ഉപമിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. योवेल भविष्यवक्ता के पुस्तक 6 अध्याय उसका पहला पद से, और आप यशायाह नबी के पुस्तक 5वां अध्याय उसका पहला पद से पढ़ने का समय वहाँ पर इज़राइल को अंजीर के वृक्ष के रूप में, जैतून के वृक्ष के रूप में या दाखलता के रूप में भी आप देख सकते हैं. കർത്താവ് മടങ്ങി വരവിൻ്റെ അടയാളവും ബൈബിൾ പ്രവചനങ്ങളുടെ നിറവേറലുമാണ് നാം ചിന്തിക്കുന്ന വിഷയം. प्रभु यीशु मसीह के वापस आने के बारे में उन्होंने जो भविष्यवाणियाँ किया है उसका पूरा होना, बाइबल के भविष्यवाणियों का पूरा होना और यीशु मसीह का पुनरागमन के विषय में हम मनन कर रहे हैं. നാം പ്രാരംഭമായി ചിന്തിക്കുന്നത് യഹൂദൻ ചരിത്രത്തിൽ ഉണങ്ങിപ്പോയത്. सबसे पहले यहूदी लोग कैसे इतिहास में सूख गया. രണ്ടാമത് ചിന്തിക്കുന്നത് യഹൂദൻ്റെ ഇന്നത്തെ തളർപ്പ്. दूसरा, यहूदी लोग इन दिनों में किस प्रकार उसके पत्ते कोमल हो गए उसके बारे में सीखेंगे. വചനത്തിലൂടെയും ചരിത്രപരമായിട്ടും. वचन के द्वारा हम सीखेंगे और इतिहास के द्वारा भी हम सीखेंगे. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുന്നു, എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്തു കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകും. ചരിത്രത്തിൽ യഹൂദൻ ഉണങ്ങിപ്പോയി. यूहन्ना के सुसमाचार 15वां अध्याय उसका 6ठा पद में लिखा है, जो मुझ में वास नहीं करता उसको बाहर फेंक दिया जाएगा, वो सूख जाएगा. यहूदी लोगों को ऐसे ही हुआ, वो सूख गए थे. യോഹന്നാന്റെ സുവിശേഷം 1:11-12 അവൻ സ്വന്തത്തിലേക്ക് വന്നു, കർത്താവ് ഇസ്രായേലിന്റെ നടുവിൽ ഇറങ്ങി വന്നു, സ്വന്തമായവരോ കർത്താവിനെ കൈക്കൊണ്ടില്ല. यूहन्ना के सुसमाचार पहला अध्याय उसका 11वां पद में लिखा हुआ है, प्रभु यीशु मसीह अपने लोगों के बीच में आया पर अपनों ने उसे ग्रहण नहीं किया. അപ്പോൾ കർത്താവ് ചെയ്തതാണ്
അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും കർത്താവിൻ്റെ മക്കളായി തീരുവാൻ അധികാരം കൊടുത്തു. उस समय 12वां पद में लिखा हुआ है, जितनों ने उसे ग्रहण किया उसको परमेश्वर का संतान होने का अधिकार दिया है. ഇതിനോട് ചേർന്നൊരു 4 വാക്യങ്ങൾ ജാതികളെ എടുക്കുന്നതിനെക്കുറിച്ച് എഴുതിയെടുക്കണമെങ്കിൽ എഴുതിയെടുക്കാം. इसके आधार पर 4 वचन मैं आपके सामने देना चाहता हूँ. अन्य जातियों को परमेश्वर ने चुनने के विषय पर यदि आप लिखना चाहते हैं तो आप लिख सकते हैं. മത്തായി സുവിശേഷം 21-ാം അധ്യായം 43-ാം വാക്യം. मत्ती का सुसमाचार 21वां अध्याय उसका 43वां पद. അപ്പോസ്തല പ്രവൃത്തി 18-ാം അധ്യായം 6-ാം വാക്യം. प्रेरितों का काम 18वां अध्याय उसका 8वां पद. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം 46-ാം വാക്യം. प्रेरितों का काम 13वां अध्याय 46वां पद. അപ്പോസ്തല പ്രവൃത്തി 28-ാം അധ്യായം 28-ാം വാക്യം. प्रेरितों का काम 28वां अध्याय 28वां पद. ഇതെല്ലാം ഇണവചനങ്ങളാണ്. ये सारे वचन एक दूसरे के साथ जोड़े में आते हैं. അതിലൊരു വചനം നമുക്കിപ്പോൾ വായിക്കാം. മത്തായി സുവിശേഷം 21-ാം അധ്യായം 43-ാം വാക്യം ഒന്ന് ശബ്ദത്തിൽ വായിക്കാം. मत्ती का सुसमाचार 21वां अध्याय उसका 43वां पद कोई ऊंचे स्वर से पढ़िए. इसलिए मैं तुमसे कहता हूँ कि परमेश्वर का राज्य तुमसे ले लिया जाएगा और ऐसी जाति को जो उसका फल लाए दिया जाएगा. ദൈവത്തിന് മഹത്വം. നല്ല ഫലം കായ്ക്കാത്ത യഹൂദനെ ദൈവം AD 70 ഓടിച്ചു. अच्छा फल नहीं लाने वाला यहूदी लोगों को AD 70 में परमेश्वर ने तोड़ दिया. റോമർ 11-17 രേഖപ്പെടുത്തിയിരിക്കുന്നു. रोमियो का पत्री 11वां अध्याय उसका 17वां पद में उसके बारे में लिखा है. വിലാപങ്ങൾ 2-ാം അധ്യായം 3-ാം വാക്യം. തൻ്റെ ഉഗ്രകോപത്തിൽ അവൻ ഇസ്രായേലിൻ്റെ കൊമ്പൊക്കെയും വെട്ടിക്കളഞ്ഞു. विलाप की दूसरा अध्याय उसका 3रा पद में लिखा हुआ है, अपने उग्र क्रोध में परमेश्वर उनके शाखाओं को काट डाला. യെശയ്യ പ്രവചനം 6-ാം അധ്യായം 13-ാം വാക്യം. വിശുദ്ധ സന്തതി ഒരു കുറ്റിയായി ശേഷിക്കും. एशिया नबी का पुस्तक 6वां अध्याय उसका 13वां पद में लिखा हुआ है, पवित्र जाति एक टूट के रूप में बना रहेगा. വീണ്ടും റോമർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം 19-ാം വാക്യം. എന്നെ ഒട്ടിക്കേണ്ടതിന്, ജാതികളായ നമ്മെ ഒട്ടിക്കേണ്ടതിന് കൊമ്പുകളെ, യഹൂദരായ നല്ല ഫലം കായ്ക്കാത്ത യഹൂദരായ കൊമ്പിനെ ദൈവം ഓടിച്ചു. रोमियो की पत्री 11वां अध्याय उसका 19वां पद में लिखा हुआ है कि आप और मैं जातियों को जोड़ने के लिए अच्छा फल नहीं लाने वाला यहूदियों को परमेश्वर ने तोड़ दिया. നമ്മെ ഒട്ടിക്കേണ്ടതിന്, हमें जोड़ने के लिए. വീണ്ടും പറയുന്നു, സ്വാഭാവിക കൊമ്പുകളെ ദൈവം നല്ല ഫലം കായ്ക്കാതെ വന്നപ്പോൾ ആദരിക്കാതെ പോയി. फिर इसमें लिखा हुआ है कि स्वाभाविक डालियों को जो अच्छा फल नहीं लाया उसको परमेश्वर ने आदर नहीं किया. എന്നാൽ യഹൂദനെ തിരിച്ച് ഒട്ടിക്കുന്ന ഒരു സമയമുണ്ട്. पर यहूदियों को वापस साटे जाने का या जोड़े जाने का एक समय है. റോമർ 11-15 ഇപ്രകാരം പറയുന്നു. रोमियो का पत्री 11वां अध्याय उसका 15वां पद में लिखा हुआ है. 25-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു. उसका 25वां पद में, माफ कीजिए 25वां पद, 11 का 25, रोमी 11 का 25. ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിച്ചു. जब तक अन्य जातियों की संख्या पूर्ण ना हो जाए तब तक इस्राएल को आंशिक रूप से कठोरता. ജാതികളുടെ പൂർണ്ണസംഖ്യ സ്വർഗത്തിലേക്ക് തികഞ്ഞു കഴിഞ്ഞാൽ യഹൂദനെ തിരിച്ച് ദൈവം ഒട്ടിക്കും. अन्य जातियों की संख्या, स्वर्ग का जो संख्या है वो पूरा हो जाए तो परमेश्वर यहूदियों को फिर से साटा जाएगा. നാം റോമർ 11-15 വായിച്ചു. അവരുടെ ഭ്രംശം ലോകത്തിൻ്റെ നിരപ്പിന് ഹേതുവായെങ്കിൽ അവരുടെ അംഗീകരണം മരിച്ചവരുടെ ഉയർപ്പെന്നല്ലാതെ എന്താകും. रोमियो के पत्री में हमने इस प्रकार पढ़ा 11वां अध्याय में कि उन लोगों का बिखर जाना संसार के लिए आशीष का कारण बना है, तो उनका जोड़े जाना आशीष नहीं है तो क्या है. അങ്ങനെ AD 70 യഹൂദൻ ഉണങ്ങുവാൻ തുടങ്ങി. AD 70 में यहूदी लोग सूखने लगे. റോമൻ സൈന്യം യെരുശലേമിലേക്ക് കടന്നു വന്നു. ഏകദേശം 10 ലക്ഷത്തിലധികം യഹൂദന്മാരെ വെട്ടിവീഴ്ത്തി. रोमियों की सेना यरूशलेम में आगे करीब 10 लाख यहूदियों को मार डाला. AD 70 ഇന്ത്യ ഉൾപ്പെടെ സകല ജാതികളുടെ ഇടയിൽ ഇസ്രായേൽ ചിതറപ്പെട്ടു പോയി.
AD 70 में भारत समेत सभी अन्य जातियों के देशों में इज़राइल तितर बितर हो गए. വീണ്ടും കുറച്ച് യഹൂദന്മാർ അവിടെ ഉണ്ടായിരുന്നു. ബാക്കിയുള്ളവരെ AD 135 റോമൻ സൈന്യം വെട്ടിവീഴ്ത്തി. थोड़ा सा और यहूदी लोग वहां पर बचे हुए थे, उनको AD 135 में रोम के सरकार ने पूरी तरह से नष्ट कर दिए. അതങ്ങനെ തന്നെ പ്രവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. भविष्यवाणी के पुस्तक में ऐसा ही घटनाओं को पहले से अंकित है. അതിലൊരു ദശാംശമെങ്കിലും ശേഷിച്ചാൽ അത് വീണ്ടും നാശത്തിനിരയായി തീരും. उसमें 10वां हिस्सा भी बच जाए, वो फिर से नाश हो जाएगा. എങ്കിലും കരിമരവും കരിവേലവും വെട്ടിയിട്ടല്ല അവയുടെ കുറ്റി ശേഷിച്ചിരിക്കുന്നത് പോലെ വിശുദ്ധ സന്തതി ഒരു കുറ്റിയായി ശേഷിക്കും. उसके बावजूद भी बड़े पेड़ों को काटने के बाद वो टूट बने रहेगा. उस प्रकार पवित्र जाति एक टूट में बने रहेंगे. അതുപോലെ ചരിത്രത്തിൽ ഇസ്രായേൽ ഉണങ്ങിപ്പോയി. इस्राएल लोग उस प्रकार इतिहास में सूख गए. ഓരോ റോമൻ ചക്രവർത്തിമാർ കൊന്നുകളഞ്ഞ യഹൂദന്മാർക്ക് കണക്കില്ല. एक एक रोम के जो सम्राट थे, वे लोग यहूदियों को कैसे मार दिया उसका गिनती अनगिनत है. യൂറോപ്യൻ രാജ്യങ്ങളിൽ കൊന്നുകളഞ്ഞ യഹൂദന്മാർക്ക് കണക്കില്ല. यूरोप के देशों में यहूदी लोग जो हताहत हुए उसको हम गिन नहीं सकते. റഷ്യയിൽ കൊന്നുകളഞ്ഞ യഹൂദന്മാർക്ക് കണക്കില്ല. रशिया ने कितने यहूदियों को मारा वो अनगिनत है. ഹിറ്റ്ലർ രണ്ടാം ലോകമഹായുദ്ധത്തിൽ 60 ലക്ഷത്തോളം യഹൂദന്മാരെ യൂറോപ്യൻ രാജ്യങ്ങളിൽ തെരഞ്ഞുപിടിച്ച് കൊല്ലുവാനിടയായി. हिटलर दूसरा विश्व युद्ध में करीब 60 लाख यहूदियों को यूरोपीय देशों में से निकाल करके मार दिए. എന്നാൽ 2500 വർഷങ്ങൾക്ക് മുമ്പ് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ദൈവത്തിൻ്റെ മഹത്വം. കർത്താവ് തന്നെ പറഞ്ഞു, എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്തു കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകും. 2500 वर्ष पूर्व जो भविष्यवाणियां बताए गए वो सब पूरा हुआ है. प्रभु यीशु मसीह ने स्वयं कहा, जो मुझ में बना नहीं रहेगा उसको बागर फेंक दिया जाएगा, वो सूख जाएगा. 1800 വർഷം കഴിഞ്ഞ് ഉണങ്ങിപ്പോയ യഹൂദന്റെ തളർപ്പ് തുടങ്ങുവാനിടയായി. 1800 वर्ष के पश्चात ये यहूदी जो सूख गया था वो फिर से निगलने लगे हैं. യഹൂദൻ ഉണങ്ങിപ്പോയതിനോട് ചേരുന്ന ഒരു പ്രവചനമാണ് യഗസ്കേൽ 37. ഈ അസ്ഥികൾ ജീവിക്കുമോ? यगस्केल नबी का पुस्तक 37वां अध्याय में यहूदियों का सूखे जाने का विषय में भविष्यवाणी है. क्या ये अस्थियां जीवित हो सकती है? അവിടെ 37:10 പറയുന്നു, ദൈവത്തിൻ്റെ ശ്വാസം ഉണങ്ങിയ യഹൂദന്റെ മേൽ വന്നപ്പോൾ അവർ ജീവിച്ചു, ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു നിന്നു. 37वां अध्याय उसका 10वां पद में हम पढ़ते हैं, जब परमेश्वर का आत्मा उन हड्डियों पर आए हैं, वे जीवित हो गए, एक बहुत बड़ी सेना में बदल के खड़े हो गए. എണ്ണത്തിൽ കുറവാണെങ്കിലും ലോകത്തിൽ ഇന്ന് ഏറ്റവും ടെക്നോളജികൾ ഉപയോഗിക്കുന്ന സൈന്യം ഇസ്രായേൽ സൈന്യമാണ്. यदि संख्या में थोड़ा ही होगा, फिर भी इस संसार में अपने सेना बल में सबसे अधिक तकनीक का इस्तेमाल इज़राइल करता है. ഇസ്രായേൽ രാജ്യത്തിൻ്റെ വലിപ്പം തന്നെ നമ്മുടെ ഉദ്ദേശം ഇന്ത്യയെ ഏകദേശം ഒരു 75 ഭാഗം ചെയ്താൽ ഒരു ഭാഗമേ ഇസ്രായേൽ രാജ്യത്തിൻ്റെ വലിപ്പമുള്ളൂ. ഉദ്ദേശം इज़राइल का जो भूभाग है उसका अंदाजा से मैं बता दूं, यदि हमारे देश को 75 भाग में बांट दे, उसमें से एक हिस्सा होगा. हमारा देश का 75 भाग में से एक हिस्सा होगा इस्राएल. ഇന്ത്യയിൽ 144 കോടി ജനങ്ങളുണ്ട്. ഇസ്രായേലിൽ ഏകദേശം 1 കോടി ജനങ്ങളേ ഉള്ളൂ. भारत में 144 करोड़ लोग लगभग है, पर इज़राइल में केवल 1 करोड़ जनता है. ഇനി ഇസ്രായേലിൻ്റെ തളർപ്പിനായിട്ട് ഒരു വചനം വായിക്കാം, എന്നിട്ട് തളർപ്പിനെ കുറിച്ച് ചിന്തിക്കാം. इज़राइल किस प्रकार उसके कोपले निकलेंगे उसके बारे में हम एक वचन पढ़ेंगे, फिर उसके बारे में सोचेंगे. യെശയ്യാ പ്രവചനം 27 അധ്യായം 6 വാക്യം, വരും കാലത്ത് യാക്കോബ് വേരൂന്നുകയും ഇസ്രായേൽ തളർത്ത് പൂക്കുകയും ചെയ്യും. यशायाह नबी का पुस्तक उसका 27वां अध्याय उसका 6 वचन में इस प्रकार लिखा हुआ है, आने वाला समय पर याकूब में से जड़ निकलेगा और उसमें उसका टूट फूट निकलेगी. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾക്ക് ഏറെയും നമുക്ക് അറിയാമെന്നുള്ള കാര്യമാണ്. ഇന്ന് അവരെന്ത് ചെയ്തു? എല്ലാ മേഖലയിലും തളർത്തുകൊണ്ടിരിക്കുകയാണ്.
यहाँ पर बैठे हुए परमेश्वर के लोगों को मालूम है इस्राएल किस प्रकार अपने हर क्षेत्र में तरक्की कर रहा है। 80% വെള്ളം ലാഭപ്പെടുത്തി ഒരിക്കൽ കൃഷി നടന്നെടുത്ത് 3 പ്രാവശ്യം കൃഷി ചെയ്യാമെന്ന് ഡ്രിപ്പ് ഇറിഗേഷൻ ഇസ്രായേലിൻ്റെ കണ്ടുപിടുത്തമാണ്. ഇന്ത്യ ഉൾപ്പെടെ ഇന്ന് ലോകം മുഴുവനും ഉപയോഗിക്കുന്നു. किस प्रकार एक साल में एक बार खेती हुआ करता था, वहाँ पर साल में 3 बार खेती कर सकता है ड्रिप इरिगेशन के जरिए से। वो इजराइल का खोज है। आज भारत समेत विश्व भर में लोग उस तकनीक का इस्तेमाल करते हैं। കൃഷിക്ക് വേണ്ടി ഒരുപാട് കണ്ടുപിടുത്തമാണ് ഇസ്രായേൽ ലോകത്തിന് സമ്മാനിച്ചത്. खेती बाड़ी के लिए बहुत सारे खोज करके इजराइल ने संसार को दिया। ദൈവത്തിൻ്റെ മഹത്വം അത് പ്രവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. भविष्यवाणी के पुस्तकों में उसके बारे में बहुत सारे भविष्यवाणियां हैं। യെഹെസ്കേൽ 36:30 പറയുന്നു, ഇനി ക്ഷാമത്തിൻ്റെ നിന്ന നിങ്ങൾ അനുഭവിക്കാതിരിക്കേണ്ടതിന് ഞാൻ ഫലങ്ങളെ വിളിച്ചു വരുത്തി വർദ്ധിപ്പിക്കും. यहेस्केल नबी का पुस्तक उसका 36वां अध्याय के 30वां पद में लिखा हुआ है, यहेस्केल 36 के 30 में, कि अब अकाल का निंदा तुम नहीं सहने के लिए मैं फलों को बुला करके तुम में से पैदा करूंगा. 36:30 यहेस्केल 36 का 30. അതുപോലെ തന്നെ ഭൂമിയുടെ മധ്യഭാഗം ഫലപൂർണ്ണമാകും. वहां पर ये भी लिखा हुआ है पृथ्वी के जो बीच का हिस्सा है वो फलदायक होंगे. ഏറ്റവും കൂടുതൽ പാൽ നൽകുന്ന പശുക്കൾ ഇസ്രായേലിൻ്റെതാണ്. सबसे अधिक दूध देने वाले गायियां इस्राएल की है. അവരാണ് കണ്ടുപിടിച്ചത് പാല് കൂടുതൽ കിട്ടണമെങ്കിൽ പശുക്കൾ സന്തോഷമുള്ളവരായിരിക്കണം. उन लोगों ने खोज निकाला है गाय ज्यादा दूध देना है तो उसको खुश रखना भी बहुत जरूरी है. ദൈവത്തിന് മഹത്വം. മാത്രമല്ല സാമ്പത്തിക ശാസ്ത്രത്തിൽ 100ൽ 50 നോബൽ സമ്മാനം ഇസ്രായേലാണ് വാങ്ങിയത്. यदि आप देखें कि अर्थव्यवस्था के क्षेत्र में के 100 यदि नोबेल पुरस्कार मिला है उसमें से 50 नोबेल पुरस्कार इजरायलियों ने जीता है. അവർ ലോക ജനസംഖ്യയുടെ 0.2% ഉള്ളൂ. वे लोग दुनिया में 0.2% लोग हैं. എന്തുകൊണ്ടാണ് അവർ ഇങ്ങനെ വാങ്ങുവാനിടയായത്? किस प्रकार उन लोग इस प्रकार तरक्की कर गए? ഈ വചനമാണ്. ये परमेश्वर का वचन. 119 സങ്കീർത്തനം 98 വാക്യം, നിന്റെ കൽപ്പനകൾ എന്നെ എൻ്റെ ശത്രുക്കളെക്കാൾ ബുദ്ധിമാനാക്കുന്നു. 119वां भजन 118वां वचन में लिखा हुआ है कि तेरी आज्ञाएं मेरे शत्रुओं से अधिक मुझे बुद्धिमान बनाता है. വീണ്ടും ആവർത്തന പുസ്തകം 4-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുന്നു, 6-7 വാക്യം 1 ഹിന്ദിയിൽ ഒന്ന് വായിക്കാം. व्यवस्था विवरण 4-ാം അധ്യായം 6-7 വാക്യം. अध्याय 4, 6 और 7वां वचन को हम पढ़ेंगे. व्यवस्था विवरण अध्याय 4, 6 और 7. ദൈവത്തിൻ്റെ മഹത്വം. 613 ന്യായമായ പ്രമാണം, 613 व्यवस्थाएं इसके अंदर लिखा है. 10 കൽപ്പന, 10 आज्ञा, 5 മനുഷ്യൻ സമൂഹത്തോട് അനുവർത്തിക്കേണ്ടത്, 5 आज्ञाएं समाज को परमेश्वर कैसे व्यवहार करे उसके बारे में, 5 ദൈവവുമായിട്ട് ബന്ധപ്പെട്ട്, 5 आज्ञाएं परमेश्वर से संबंधित. ന്യായമായ പ്രമാണം. वो सब व्यवस्था न्याय संगत है. കൂട്ടുകാരൻ്റെ മുന്തിരിത്തോട്ടത്തിലൂടെ നിനക്ക് പോകുമ്പോൾ വയറ് നിറച്ച് കഴിക്കാം, പക്ഷേ പാത്രത്തിലെടുക്കല്ലേ. मित्र के दाक के बारी में से जब तुम चलोगे पेट भर के खा करके चलना, पर बर्तन में निकाल करके लेके मत जाना. കൂട്ടുകാരൻ്റെ വയലിലൂടെ പോകുമ്പോൾ കതർ പറിച്ച് തിന്നാം, അരിവാൾ വയ്ക്കല്ല്, കൊയ്യല്ല്. मित्र के खेत में से जब चलोगे तुम दाना निकाल करके खा सकते हो, पर तुम हंसिया चला करके उसी में से खेत काटने का कोशिश मत करना. ഈ ചട്ടങ്ങളാണ് യഹൂദനെ സകല ജാതികളിലും വച്ച് ശ്രേഷ്ഠരാക്കി നിർത്തുന്നത്. ये व्यवस्थाएं यहूदियों को पृथ्वी के सब लोगों से अधिक श्रेष्ठ बनाता है. ഈ ചട്ടം ആരുടേതാണ്? ദൈവത്തിൻ്റെ ചട്ടമാണ് ഇസ്രായേലിന് കൊടുത്തത്. ये व्यवस्था किसका है? ये रीति और व्यवस्था परमेश्वर का है. वही परमेश्वर इजरायलियों को ये दिया है. രസതന്ത്രത്തിന് 100ൽ 26,
केमिस्ट्री के लिए 100 में से 26, ഊർജ്ജതന്ത്രത്തിന് വൈദ്യശാസ്ത്രത്തിന് 100-ൽ 39, फिजिक्स के लिए और मेडिसिन के लिए 100 में से 39, സാഹിത്യത്തിന് 13, സമാധാനത്തിന് 9, साहित्य के लिए 13 और शांति के लिए 9. ഇത്രയും നോബൽ പ്രൈസ് 0.2% യഹൂദൻ നേടുവാൻ ഇടയായത് ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. लोग जनसंख्या में, संसार के जनसंख्या में बहुत कम आंकड़े हैं उनका, पर इतना नोबेल पुरस्कार जीतने के लिए किसने उनको सक्षम बनाया? परमेश्वर का वचन. 2500 വർഷങ്ങൾക്ക് മുൻപുള്ള പ്രവചനമാണ് കർത്താവിൻ്റെ വചനമാണ് അവരെക്കുറിച്ച് ദൈവം പറയുന്ന ഒരു സാക്ഷ്യം. 2000 वर्ष पूर्व उनके बारे में परमेश्वर ने एक गवाही दी. യഗസ്കേൽ 3-ാം അധ്യായം 7-ാം വാക്യം, ഇസ്രായേൽ ജനങ്ങൾ 2500 वर्ष पूर्व यगस्केल नबी के पुस्तक में परमेश्वर ने कहा, ഇസ്രായേൽ അവരുടെ കഠിന നെറ്റിയും കഠിന ഹൃദയവും ഉള്ളവരാണെന്ന്. इस्राएल कठोर माथे वाले और कठोर हृदय के लोग हैं. ദൈവം പറയുന്നു, നിന്റെ വാക്ക് യഗസ്കേലെ, നിന്റെ വാക്ക് അവർ കേൾക്കുകയില്ല. അടുത്ത ദൈവം പറയുന്നു, ഇത് ദൈവത്തിൻ്റെ വാക്കാണ് യഗസ്കേൽ വഴി പറയുന്നത്, എൻ്റെ വാക്ക് അവർക്ക് കേൾപ്പാൻ മനസ്സില്ലല്ലോ. यगस्केल से परमेश्वर कहता कि यगस्केल तुम्हारा बात उन लोग सुनेंगे नहीं, मेरे बात सुनने का उनको मन भी नहीं है. അവരുടെ കഠിന നെറ്റിയും കഠിന ഹൃദയവും, उनका माथा कठोर हो चुका है और उनका हृदय कठोर हो चुका है. ദൈവത്തിൻ്റെ സാക്ഷ്യമാണ്. ദൈവം പറഞ്ഞിട്ട് അവർ കേൾക്കുന്നില്ല. परमेश्वर उनके बारे में कहता है, मैं बोलने से भी उन लोग नहीं सुनते. പിന്നെയാണ് അമേരിക്ക പറഞ്ഞാൽ അവർ കേൾക്കാൻ പോകുന്നത്. फिर कौन अमेरिका बोलेगा तो थोड़ी सुनेगा. പിന്നെയാണ് യൂറോപ്യൻ രാജ്യങ്ങൾ പറഞ്ഞാൽ ഇവർ കേൾക്കുന്നത്. परमेश्वर जिनको बोलता है नहीं सुनता है, वो यूरोपीय देश बोलने से थोड़ी सुनेगा. പിന്നെയാണ് UN പറഞ്ഞാൽ ഇവർ കേൾക്കുന്നത്. यूएन बोलेगा तो थोड़ी सुनेगा. എന്നാൽ യഗസ്കേൽ 36:26 പറയുന്നു, ഞാൻ അവർക്ക് മാംസമുള്ള ഹൃദയം കൊടുക്കും. यगस्केल 36:26 में लिखा हुआ है, मैं उनको एक मांस का हृदय दूंगा. പുതിയ ആത്മാവിനെ അവർക്ക് കൊടുക്കും. एक नया आत्मा उन पर उंडेलूंगा. അവരെ ഉരുക്കി കർത്താവിലേക്ക് അവസാനം അവരെ ചേർക്കും. उनको पिघाल करके प्रभु के साथ उनको जोड़ दिया जाएगा. യെരുശലേമിന്റെ നടുവിൽ അവരെ വീണ്ടും ഇനി ഒരു കഷ്ടത്തിലൂടെ, ചെറിയ കഷ്ടത്തിലൂടെ യഹൂദൻ കടന്നു പോകും. यरूशलेम के बीच में से फिर से एक और विपत्ति से वो गुजरेगा. സകല ജാതികളും യെരുശലേമിനോട് യുദ്ധത്തിനായി കൂടി വരും. सब प्रकार के जाति यरूशलेम के खिलाफ युद्ध के लिए इकट्ठे हो जाएंगे. സെഖരിയാവ് 12:3 പറയുന്നു, ദൈവം പറയുന്നു, ഞാൻ ജെറുസലേമിനെ സകല ജാതികൾക്കും ഭാരമുള്ള കല്ലാക്കി വെക്കും. जकरिया 12वां अध्याय उसका 3रा पद में लिखा हुआ है, मैं यरूशलेम को ऐसा भारी पत्थर बनाऊंगा जातियों के लिए. ഈ കല്ലിനെ ചുമക്കുന്നവരൊക്കെയും കഠിനമായി മുറിവേൽക്കും. इस पत्थर को जो कोई उठाएगा वो कठिन रूप से घायल हो जाएंगे. ഹമാസ് ചുമക്കാൻ പോയി മുറിവേറ്റു. हमास उसको उठाने के लिए गया, घायल हो चुका है. അമേരിക്ക ചുമക്കാൻ പോയി വേൾഡ് ട്രേഡ് സെന്റർ തീവ്രവാദികൾ തകർത്തിട്ടു. अमेरिका इजराइल को उठाने के लिए गए, वर्ल्ड ट्रेड सेंटर आतंकवादियों ने उसको खत्म कर दी. ജെറുസലേമിനെ ആര് ചുമക്കുമോ കഠിനമായി മുറിവേൽക്കും. यरूशलेम को जो कोई उठाएगा वो कठिन रूप से घायल होगा. സകല ജാതികളും അതിന് വിരോധമായി കൂടി വരും. सब प्रकार के जाति उसके विरोध में आएंगे. അപ്പോൾ കർത്താവും ഒലിവുമലയിൽ യഹൂദനെ രക്ഷിക്കേണ്ടതിന് ഇറങ്ങി വരും. उस समय प्रभु यीशु जैतून पर्वत पर यहूदियों को बचाने के लिए आएगा. ഒരു ദൈവം ലോകത്തിൽ ഉണ്ടെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് ഇസ്രായേൽ രാഷ്ട്രം. परमेश्वर इस पृथ्वी पर है, उसका सबसे बड़ा सबूत इस्राएल का राष्ट्र है. യഹൂദന്റെ മടങ്ങിവരവ് കർത്താവിൻ്റെ വരവിനെ വിളിച്ചറിയിക്കുന്നു അടുത്തുവെന്ന്. यहूदियों का फिर से तरोताजा होना, प्रभु यीशु मसीह का दूसरा आगमन नजदीक है, उसके बारे में आगाह कर रहा है. നമ്മൾ ഇന്ന് उपയോഗിക്കുന്ന ഏറിയ വസ്തുക്കളുടെയും പിന്നിൽ യഹൂദന് നല്ലൊരു പങ്കുണ്ട് കണ്ടുപിടുത്തത്തിന്. हम लोग अब जो भी सामान इस्तेमाल करते हैं उसका एक बहुत बड़ा खोज यहूदियों ने किया है. മൊബൈലായാലും മോട്ടറോള കമ്പനിയാണ് ആദ്യമായിട്ട് നിർമ്മിക്കുന്നത്. അതിൻ്റെ പിന്നിലും അതിനെ ഇത്രയും വളർത്തി കൊണ്ടുവന്നതിൻ്റെ പിന്നിൽ യഹൂദനൊരു പങ്കുണ്ട്. मोबाइल मोटरोला कंपनी वो यहूदियों ने उसको सबसे पहले उसका निर्माण किया है.
വീണ്ടും ലോകത്തിലെ ഏറ്റവും നല്ല ഫോൺ കമ്പ്യൂട്ടർ ആപ്പിൾ കമ്പനി ഐഫോൺ, അതിൻ്റെ പിന്നിലും യഹൂദന് നല്ലൊരു പങ്കുണ്ട്. संसार का सबसे अच्छा माना जाने वाला फोन और कंप्यूटर वगैरह एप्पल कंपनी का है, उसके पीछे यहूदियों का हाथ है. ആപ്പിൾ കമ്പനി കഴിഞ്ഞാൽ നല്ല കമ്പ്യൂട്ടറാണ് ഡെൽ. അത് മൈക്കിൾ സോൾ ഡെൽ എന്ന് പറയുന്ന യഹൂദൻ്റെതാണ്. एप्पल को छोड़ दिया जाए तो डेल कंपनी का कंप्यूटर सबसे अच्छा माना जाता है, वो भी एक यहूदी का है. മാത്രമല്ല ആദ്യമായിട്ട് ആൻറ്റി വൈറസ് നിർമ്മിച്ച് നൽകിയത് ലോകത്തിന് सबसे पहले एंटीवायरस संसार को बना करके दिया यहूदी लोग है. ആൻറ്റി മിസൈൽ അയൺ ഡോം, एंटी मिसाइल आयरन डोम बना करके दिया. ഡേവിഡ് സ്ലിംഗ് മിസൈൽ, ആരോ, അയൺ ബീം, ശക്തിയുള്ള ലേസർ അടിച്ച് മിസൈലുകളെ റോക്കറ്റുകളെ തകർക്കാം എന്ന് കണ്ടുപിടിച്ചത്. रक्षा के क्षेत्र में कई खोज उन्होंने किया है, जिसमें लेसर से मिसाइलों को रोकने का तकनीक भी शामिल है. ലോകത്തിലെ ഏറ്റവും വലിയ റഡാർ സംവിധാനം ഫാൽക്കൺ റഡാർ, അത് ലോകത്തിൽ വെച്ച് അവരുടേതാണ്. इसराइल का है सबसे बड़ा रडार सिस्टम, फाल्कन सिस्टम बोलते हैं उसको, वो इसराइल का है. ഏറ്റവും വലിയ രഹസ്യാന്വേഷണ ഏജൻസി മൊസാദ്, അതും അവരുടേതാണ്. सबसे सटीक जो मोसाद उनका है. ലോകത്തിലെ ഏറ്റവും വലിയ ചാര സോഫ്റ്റ്വെയർ പെഗാസസ്, അതും അവരുടേതാണ്. संसार में सबसे ज़्यादा दूसरों का जानकारी इकट्ठा करने वाला सॉफ्टवेयर पेगासस ലോകത്തിലെ इसराइल ഏറ്റവും का है. ലോകത്തിലെ ഏറ്റവും വലിയ കമാൻഡോ, അതും അവരുടേതാണ്. सबसे अधिक कठोर कमांडो कार्यवाही करने वाले लोग, वो भी उनका है. 3500 വർഷങ്ങൾക്ക് മുൻപ് ദൈവം പറഞ്ഞ വാഗ്ദത്തമാണ്, നീ സകല വചനങ്ങളും അനുസരിച്ചാൽ നീ സകല ജാതികളെക്കാളും മുകളിൽ നിൽക്കും. 3500 वर्ष पूर्व परमेश्वर ने उनको यही वचन दिया था, इस पुस्तक के सारे वचन को तुम मानोगे, सब जातियों से तो ऊंचा रहेगा. ലോകത്തിലെ വലിയ വലിയ ശാസ്ത്രജ്ഞന്മാരായിരുന്ന ആൽബർട്ട് ഐൻസ്റ്റീൻ, മനഃശാസ്ത്രത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന സിഗ്മണ്ട് ഫ്രോയിഡ്, അവരൊക്കെയും യഹൂദരായിരുന്നു. संसार के बड़े बड़े वैज्ञानिक लोगों का गिनती लिया जाए तो आल्बर्ट आइंस्टीन या फ्रॉइड के उन ऐसे लोग यहूदी मूल के थे. ദൈവം പറഞ്ഞതുപോലെ ഇവർക്ക് ജ്ഞാനം അറിവും കൊടുത്തു. परमेश्वर जैसा बोला वैसा परमेश्वर ने उनको बुद्धि और ज्ञान दिया. ഇന്നും ഈ യഹൂദൻ രക്ഷകനായ കർത്താവിനെ എല്ലാവരും അംഗീകരിക്കുന്നില്ല. आज भी यहूदी लोग यीशु मसीह का अंगीकार नहीं करते. എന്നാൽ അവസാനം ദൈവം അവരെ തിരിച്ചൊട്ടിക്കുമെന്നാണ്. पर वचन में लिखा हुआ है अंत में परमेश्वर उनको फिर से जोड़ेगा. റോമർ 11:25 रोमियो का पुस्तक 11वां अध्याय उसका 25वां पद. ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു. अन्य जातियों का पूर्ण संख्या जब तक ना हो जाए, इस्राएल भागिक रूप से कठोर हो गया है. അടുത്ത് പറയുന്നു, വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും, അവൻ യാക്കോബിൽ നിന്ന് അഭക്തിയെ മാറ്റും. उसके बाद लिखा हुआ है जो छुड़ाने वाला है सियोन से आएगा और याकूब से अभक्ति को दूर करेगा. കൃഷിയിലും നാം ഉപയോഗിക്കുന്ന പോളിവാക്സിൻ, വൈറ്റമിൻ, ഇതെല്ലാം അവരുടെ സംഭാവനയാണ്. और जो खेती बाड़ी में भी हम जितने भी नए नए तकनीक इस्तेमाल करते हैं, ये सब इसराइलियों का खोज है. ദൈവത്തിന് എൻഡോസ്കോപ്പി, ക്യാമറ സംവിധാനം ഒക്കെയും അവരുടെ സംവിധാനം. അതെ, मेडिसिन में इस्तेमाल करने वाला एंडोस्कोपी जैसा जो चीज़ें हैं, वो भी उनका तकनीक है. എല്ലാത്തിനും ആധാരം ഈ വചനമാണ്. सबका आधार ये परमेश्वर का वचन है. ഉണങ്ങിപ്പോയ ഇസ്രായേൽ 1800 വർഷം കഴിഞ്ഞ് 1948 മെയ് മാസം 14 സ്വതന്ത്ര രാജ്യമായി. जो सूखा हुआ इस्राएल 1948 मई 14 तारीख को फिर से उसके कोपले निकले लगे. അതുമുതൽ ഇസ്രായേലിൻ്റെ തളർപ്പ് തുടങ്ങുകയാണ്. उसके बाद इस्राएल को परमेश्वर ने स्थापित कर दिया है. അതുമുതൽ ഇസ്രായേലിനെ ദൈവം അംഗീകരിപ്പാൻ തുടങ്ങിയിരിക്കുകയാണ്. उसके बाद परमेश्वर ने उनको मान्यता दी है. ഇസ്രായേൽ രാഷ്ട്രം പിറന്നു വീഴുന്നത് തന്നെ യുദ്ധത്തിലേക്കാണ്. इस्राएल का जो राष्ट्र है वो उसका जन्म ही युद्ध के लिए हुआ. സ്വതന്ത്ര രാജ്യമായി പിറ്റേ ദിവസം യുദ്ധമാണ്. वो आज़ाद राष्ट्र बना, अगला दिन से युद्ध आरंभ हुआ. അതിനുശേഷം 5ഓളം അറബ് ഇസ്രായേൽ യുദ്ധമുണ്ടായി. उसके बाद
5 अरब इजराइल युद्ध अभी तक हुआ है। 1967 6 ദിവസത്തെ യുദ്ധമുണ്ടായി. 1967 में 6 दिन का युद्ध हुआ। ഈജിപ്തിൻ്റെ പ്രസിഡന്റ് ഗമാൽ അബ്ദുൽ നാസർ പറഞ്ഞു, ഒറ്റ ദിവസം കൊണ്ട് ഇസ്രായേലിനെ ഭൂമിയിൽ നിന്ന് നശിപ്പിക്കും. इजिप्ट का प्रेसिडेंट ने बोला है एक दिन में हम इजराइल को पृथ्वी में से हटा देंगे। ദൈവം നട്ടതിനെ നശിപ്പിക്കുവാൻ ആർക്കും കഴിയുകയില്ല. परमेश्वर ने जिसको लगाया उसको कोई नष्ट नहीं कर सकते। അന്ന് 6 ദിവസമേ യുദ്ധമുണ്ടായിരുന്നുള്ളൂ. उस दिन केवल 6 दिन ये युद्ध चला। 6 ദിവസമായപ്പോൾ തന്നെ ജോർദാനിൽ നിന്ന് ഇസ്രയേൽ ജെറുസലേം പിടിച്ചെടുത്തു. 6 दिन के अंदर जोर्दान से इसराइल ने यरूशलेम को कब्जे में ले लिया। സിറിയയിൽ നിന്ന് കോലാൻ കുന്ന് പിടിച്ചെടുത്തു. सीरिया से गोलान हाइट्स उन्होंने ले लिया। ഈജിപ്തിൽ നിന്ന് സിനായ് പെനിൻസുല പിടിച്ചെടുത്തു. इजिप्ट में से मिस्र में से सिनाई पेनिनसुला उन्होंने ले लिया। ഗസ പിടിച്ചെടുത്തു. गस्सा को उन्होंने कब्जे में लिया। മനോഹരമായൊരു പ്രവചനം നിവർത്തിയുണ്ട്. एक खूबसूरत भविष्यवाणी वो पूरा हुआ। ഓബദ്യാവ് 1:17-18. ओबद्या 1:17 और 18। യാക്കോബ് ഗൃഹം തങ്ങളുടെ അവകാശങ്ങളെ കൈവശമാക്കും. याकूब अपने मिरास को कब्जे में लेंगे। അന്ന് യാക്കോബ് ഗൃഹം തീയായിരിക്കും. उस दिन याकूब का घराना आग का गोला बनेगा। അതുപോലെ ഈജിപ്തിന്റെ 200 യുദ്ധവിമാനങ്ങളെ കത്തിച്ച് ചാരമാക്കി. उसी समय इजिप्ट के 200 लड़ाकू विमानों को उन्होंने नष्ट कर दिए। യഗസ്കേൽ 37:10 പറയുന്നു, ഉണങ്ങിപ്പോയി ഇസ്രായേലിന്റെ മേൽ ദൈവത്തിന്റെ ശ്വാസം വന്നപ്പോൾ അവർ ജീവിച്ചു, ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു നിന്നു. यगस्केल 37 का 10 में लिखा हुआ है कि उन सूखी हड्डियों में परमेश्वर का आत्मा वो इजराइल में आ गया तो वे एक सेना के रूप में तब्दील होकर के खड़े हो गए। ഇസ്രായേലിനെ ആരെങ്കിലും ശപിച്ചാൽ വചനം പറയുന്നു അവർക്ക് ഭൂമിയിൽ മുന്നോട്ട് കഷ്ടമായിരിക്കും. इजराइल को कोई श्राप देंगे तो इस पृथ्वी पर वो श्राप देने वाले व्यक्ति को भारी पड़ेगा। ബലയാം ശപിക്കാൻ ഇറങ്ങിത്തിരിച്ച് ബലയാം പോയത് തന്നെ അറിയാമല്ലോ. ബലയാം വളരെ കഷ്ടപ്പെടുവാനിടയായി. बिलाम उसको श्राप देने के लिए निकल गया और बिलाम किस प्रकार उसका अंत हुआ आपको मालूम है। വചനം പറയുന്നു, നിന്നെ അനുഗ്രഹിക്കുന്നവർ അനുഗ്രഹിക്കപ്പെട്ടവർ, നിന്നെ ശപിക്കുന്നവർ ശപിക്കപ്പെട്ടവർ. वचन में लिखा हुआ है जो तुझे आशीष दे वो आशीष पाएगा, जो तुझे खोसे वो श्रापित होगा। നിന്നെ സേവിക്കാത്ത ജാതിയും രാജ്യവും നശിക്കും. जो कोई देश तुझे तेरे सेवा नहीं करेंगे, जो जाति तेरी सेवा नहीं करेंगे वो नाश हो जाएंगे। ഇസ്രായേലിനെ വളരെ ഉപദ്രവിച്ച രാജ്യമായിരുന്നു സിറിയ, ഇറാഖ്. അവരൊക്കെ പിന്നെ എന്ത് ചെയ്തു? താഴോട്ട് പോകുവാനിടയായി. इस्राएल को बहुत तंग किया है। सीरिया, इराक जैसा देश, उन देशों का हाल क्या हुआ? बहुत नीचे चले गए। ഇസ്രായേലിന്റെ നടുവിൽ ഒരു ദൈവമുണ്ട്. इस्राएल के बीच में एक परमेश्वर है। ആ പേരിന്റെ ലാസ്റ്റ് വരുന്നത് ഏലോഹി, എൽഷഡായി, യഹോവ, ദൈവത്തിന്റെ നാമവും കൂടെ ചേർന്നതാണ് ഇസ്രായേൽ. इस्राएल नाम आप देख लीजिएगा, एल, एलोही, एलशदाई, यहोवा, एल शब्द आता है। इस्राएल वो परमेश्वर का नाम है। നമ്മുടെ ഒരു മനുഷ്യന്റെ ഒരു വിരൽ പഴുത്താൽ പാദം പഴുക്കാതിരിക്കേണ്ടതിന് വിരലിനെ മുറിക്കും. यदि एक व्यक्ति के उंगली में सेप्टिक हो जाए तो आगे को सेप्टिक ना फैलाने के लिए उसका उंगली काटते हैं। പാദം പഴുത്താൽ കാല് പഴുക്കാതിരിക്കേണ്ടതിന് പാദം മുറിക്കും. यदि उसके पैर सड़ने लगते हैं, सेप्टिक हो जाए तो आगे को ना आने के लिए उसका पैर को काट दिया जाता है। കാല് പഴുത്താൽ ശരീരം പഴുക്കാതിരിക്കേണ്ടതിന് കാല് മുറിക്കും. यदि पैर में सड़न हो जाए, सेप्टिक हो जाए तो शरीर में वो नहीं आने के लिए पैर को काटते हैं। ഈ ലോകത്തിൽ ശിക്ഷകൾ വരുന്നത് ലോകം മുഴുവനും നാശത്തിലേക്ക് പോകാതിരിക്കുവാനാണ്. इस संसार में दंड क्यों आता है? क्योंकि पूरा संसार नाश की ओर ना जाए। ഇനി നാം വായിച്ച കുറിവാക്യത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. जो वचन हमने पढ़ा है उस वचन में हम वापस आए। റോമർ 11:15. रोमियो के पत्र 11वां अध्याय इसका 15वां पद। അവരുടെ ഭ്രംശം ലോകത്തിന്റെ നിരപ്പിന് ഹേതുവായെങ്കിൽ उनका त्याग दिया जाना जगत के मिलाप का कारण हुआ तो അവരുടെ അംഗീകരണം, യഹൂദനെ ദൈവം അംഗീകരിപ്പാൻ തുടങ്ങിയാൽ മരിച്ചവരുടെ ഉയർപ്പെടുത്തു. क्या उनका ग्रहण किया जाना मरे हुओं में से जी उठने के बराबर ना होगा? കർത്താവിൻ്റെ മടങ്ങി വരവ് അടുത്തു എന്നാണ് വിളിച്ചറിയിക്കുന്നത്. प्रभु यीशु मसीह के दूसरा आगमन बहुत नजदीक है। ദൈവത്തിന് മഹത്വം.
ഇപ്പോൾ ഈ ലോകം ആരുടെ കീഴിലാണ്? इस वक्त ये संसार, ये जगत किसके अधीनता में है? 1 യോഹന്നാന്റെ ലേഖനം 5-ാം അധ്യായം 19-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, पहला यूहन्ना 5वां अध्याय इसका 19वां पद में इस प्रकार लिखा है, സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. सारे जगत दुष्ट की अधीनता में है. ഈ ദുഷ്ടന്റെ അധീനതയിൽ നിന്ന് കർത്താവ് മടക്കിയെടുക്കും. ये दुष्ट के अधीनता से परमेश्वर इस जगत को वापस लेके आएगा. വീണ്ടും തിരുവചനത്തിൽ പറയുന്നു, വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം 15-ാം വാക്യം, प्रकाशित वाक्य का पुस्तक 11वां अध्याय उसका 15वां पद में इस प्रकार लिखा है, 7-ാമത്തെ ദൂതൻ ഊതിയപ്പോൾ, കാഹളം ഊതിയപ്പോൾ, ലോകരാജ്യത്വം ദുഷ്ടന്റെ അധീനതയിൽ നിന്ന് കർത്താവ് വീണ്ടെടുക്കുവാനിടയായി. 7वां स्वर्गदूत ने जब तुरही को फूका है, उस वक्त ये जो राज्य को परमेश्वर ने अपने में ले लिया है दुष्ट का अधीनता से. വീണ്ടും ദാനിയേൽ പ്രവചനം 2:44 പറയുന്നു, ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു നാളും നശിച്ചു പോകാത്ത ഒരു രാജ്യത്വം സ്ഥാപിക്കും. दानिएल 2 अध्याय उसका 44वां पद में लिखा हुआ है, इन राजाओं के समय पर परमेश्वर कभी नष्ट नहीं होने वाला एक राज्य का स्थापना करेगा. അത് ഒരു നാളും നശിച്ചു പോവുകയില്ല. वो कभी नष्ट नहीं होगा. വീണ്ടും ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം അവസാനത്തെ 3 വാക്യം, दानिएल के पुस्तक 7वां अध्याय उसका अंतिम 3 पद, അവിടെ പറയുന്നു, वहां पर लिखा हुआ है, എന്നാൽ ന്യായവിസ്താര സഭ ഇരുന്നു കൊണ്ട് वहां पर न्याय करने के लिए सिंहासन रखेगा. അവൻ്റെ ആധിപത്യങ്ങളെ, ദുഷ്ടന്റെ ആധിപത്യങ്ങളെ എടുത്തു കളഞ്ഞ് जो दुष्ट है उसके हुकूमत को निकाल करके അന്തം വരെ നശിപ്പിച്ച് മുടിക്കും. और उसको अंत तक नाश किया जाएगा. എന്നാൽ ന്യായവിസ്താര സഭ ഇരുന്നു കൊണ്ട് അവൻ്റെ അന്തം വരെ നശിപ്പിച്ച് മുടിക്കും. പിന്നെ രാജ്യത്വവും उसके बाद प्रभुता, ആധിപത്യവും राज्य ഇപ്പൊ ദുഷ്ടന്റെ അധീനതയിലാണ് കിടക്കുന്നത്. अब जो है दुष्ट के अधीनता में है. യെശയ്യാവ് 32:1 പറയുന്നു, ഒരു രാജാവ് നീതിയോടെ വാഴും. यशायाह नबी के पुस्तक 32 का 1 में कहता है, एक राजा धार्मिकता से शासन करेगा. പിന്നെ രാജ്യത്വവും ആധിപത്യവും उसके बाद राज्य और प्रभुता, ആകാശത്തിന് കീഴിൽ എല്ലായിടവുമുള്ള രാജ്യങ്ങളുടെ മഹത്വവും धरती पर के सब राज्यों की महिमा, അത്യുന്നതനായവന്റെ വിശുദ്ധന്മാരായ ജനത്തിന് ലഭിക്കും. परम प्रधान ही की प्रजा अर्थात उसके पवित्र लोगों को दी जाएगी. അവന്റെ രാജ്യത്വം उसका राज्य നിത്യരാജ്യത്വമാകുന്നു. सदा का राज्य है. സകല ആധിപത്യങ്ങളും सब प्रभुता അവനെ സേവിച്ചനുസരിക്കും. उसके अधीन होंगे. ഇങ്ങനെയാകുന്നു കാര്യത്തിന്റെ സമാപ്തി. और बातों की समाप्ति इस प्रकार होंगे. ഒരു സമാപ്തിയിലേക്ക് വരും. एक अंत का समय की ओर आएगा. 1000 വർഷം ഈ ഭൂമിയെ കർത്താവ് നീതിയോടെ വാഴും. 1000 वर्ष इस पृथ्वी पर प्रभु यीशु मसीह का धार्मिकता का शासन होगा. യഹൂദർക്ക് രാജാവായി പിറന്നവൻ എവിടെ? यहूदियों का राजा कहाँ में? കർത്താവ് രാജാവായി നീതിയോടെ ഈ ഭൂമിയെ 1000 വർഷം ഭരിക്കും. प्रभु यीशु मसीह धार्मिकता के साथ 1000 वर्ष इस पृथ्वी पर शासन करेगा. ആ 1000 വർഷം പിശാചിനെ തടവിലിട്ടിരിക്കും. वो 1000 वर्ष शैतान को बांध लिया जाएगा. വിശുദ്ധന്മാര് പുനരുത്ഥാനം പ്രാപിച്ചുകൊണ്ടാണ് 1000 വർഷം ഭരിക്കുന്നത്. पवित्र लोग पुनरुत्थित होकर के 1000 वर्ष इस पृथ्वी पर शासन करेगा. യേശു കർത്താവിന്റെ വരവിൽ ജീവനോടെ ഇരിക്കുന്നവർ രൂപാന്തരം പ്രാപിച്ചുകൊണ്ടാണ് 1000 വർഷം ഭരിക്കുന്നത്. यीशु मसीह के आगमन पर जो जीवित विश्वासी है वे लोग रूपांतरित होकर के एक नया व्यक्ति के रूप में शासन करेंगे. ദൈവമക്കളല്ലാത്തവരാരും അപ്പോഴും ഉയർക്കൂല. परमेश्वर के संतान जो नहीं है उनका पुनरुत्थान उस वक्त नहीं होगा. ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാനും വിശുദ്ധനുമെന്ന് വചനം പറയുന്നു. वचन में लिखा हुआ कि जो पहला पुनरुत्थान के बागी है वो धन्य है और वो पवित्र है. ഒന്നാം പുനരുത്ഥാനമുണ്ട്, രണ്ടാം പുനരുത്ഥാനമുണ്ട്. पहला पुनरुत्थान भी है और दूसरा पुनरुत्थान भी है. ഒന്നാം മരണമുണ്ട്, രണ്ടാം മരണമുണ്ട്. पहला मृत्यु भी है, दूसरा मृत्यु भी है. അത് കഴിഞ്ഞ് 1000 വർഷം ഭരണം കഴിയുമ്പോൾ എല്ലാവരുടെയും പുനരുത്ഥാനം വരും.
जब 1000 वर्ष का शासन हो जाएगा, सभी लोगों का पुनरुत्थान होंगे। വെള്ള സിംഹാസന ന്യായവിധി വരും. वहां पर श्वेत सिंहासन का न्याय होगा। ആ കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് ഭൂമി ആകാശവും ഓടിപ്പോകും. उस प्रभु के सामने से आकाश और पृथ्वी हट जाएगी। ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് പറയുവാൻ ഇന്ത്യ അവിടെ ഇല്ല. भारत के प्रधानमंत्री बोलने के लिए भारत नहीं होंगे। ഞാൻ അമേരിക്കൻ പ്രസിഡന്റ് ആണെന്ന് പറയുവാൻ അമേരിക്ക അവിടെ ഇല്ല. मैं अमेरिका का प्रेसिडेंट बोलने के लिए अमेरिका वहां नहीं होगा। അവന്റെ സന്നിധിയിൽ നിന്ന് ആകാശവും ഭൂമിയും ഓടിപ്പോയി. उसके सामने से आकाश और पृथ्वी भागे, അവയെ പിന്നെ കണ്ടില്ല. उसको फिर देख नहीं पाए। യെശയ്യാ പ്രവചനത്തിൽ പറയുന്നു, ഈ ഭൂമി വീഴും എഴുന്നേൽക്കുകയുമില്ല. यशायाह के भविष्यवाणी के पुस्तक में लिखा हुआ कि पृथ्वी गिर जाएगी फिर उठेगी नहीं। ഇതിനെ തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു. इसको अग्नि के लिए परमेश्वर ने संभाल के रखा है। പുതിയ ആകാശം പുതിയ ഭൂമി, പുതിയ ആകാശം പുതിയ ഭൂമിയിലേക്ക് പുതിയ യെരുശലേം ഇറങ്ങി വരും. नया आकाश और नया पृथ्वी पर नया यरूशलेम उतर आएंगे। നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. हमारा जो नागरिकता है वो स्वर्ग में है। ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരം ഇല്ലല്ലോ. यहाँ पर हमारे लिए कोई स्थायी नगर नहीं है। നഗരങ്ങളുണ്ട്, പക്ഷേ നിലനിൽക്കുകയില്ല. यहाँ पर नगर तो है पर वो नगर स्थायी नहीं है। ഒന്നീ യുദ്ധങ്ങൾ, അല്ലെങ്കിൽ സുനാമി, ഭൂകമ്പം, ഒരു നാൾ ഇത് തകരും. या तो युद्ध होगा या भूकंप होंगे या सुनामी जैसा प्राकृतिक आपदाएं आएंगे, यगाकर सारे नगर नाश हो जाएंगे। യേശു പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. प्रभु यीशु मसीह ने कहा तुम्हारा मन व्याकुल ना हो, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഭവനമൊരുക്കുവാൻ मैं പോകുന്നു. तुम्हारे लिए जगह तैयार करने जा रहा हूँ। ആ രാജ്യം ഭൂകമ്പത്താൽ ഇളകുകയില്ല. वो राज्य जो मैं जो तैयार कर रहा हूँ भूकंप से हिलने वाला नहीं। ദൈവം നമുക്ക് വേണ്ടി പണിയുന്ന ഒരു ഭവനമുണ്ട്. परमेश्वर हमारे लिए निर्माण करने वाला एक भवन है। അവിടെ നിന്ന് നമ്മുടെ കർത്താവ് നമ്മെ രക്ഷിപ്പാൻ കടന്നു വരും. वहीं से हमारा प्रभु हमें बचाने के लिए आएंगे। നമുക്ക് മരണത്തിന് അപ്പുറമുള്ള ഒരു നിത്യമായ ജീവനുണ്ട്. हम मृत्यु के उस पार हमारे लिए एक अनंत जीवन है। അത് ഇപ്പോഴെവിടെ ഇരിക്കുന്നു? वो अनंत जीवन अब कहां पर है? യേശുവിനോട് ചേർന്ന് ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. यीशु मसीह के संग मसीह में छिपा हुआ है। നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ അന്ന് നാം തേജസ്സിൽ വെളിപ്പെടും. हमारे मसीह जब प्रकट होगा, जो हमारा जीवन है, उस दिन हम भी महिमा में प्रकट हो जाएंगे। മഹാപ്രതിഫലമുള്ള വിശ്വാസത്തിന് വേണ്ടി, इस बड़ा प्रतिफल वाला विश्वास के लिए, വിശ്വാസത്തിൽ തളർന്നു പോകാതെ, विश्वास में थके बिना, അവിടുത്തെ മക്കളായ നമ്മെ കർത്താവ് അനുദിനവും ശക്തിയോടെ നടത്തട്ടെ. हमें जो परमेश्वर का संतान है, प्रभु प्रतिदिन हमें चलाए। ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. इस वचन के द्वारा प्रभु हमें आशीष दे। हालेलुया। ഇപ്രകാരം അവസരം ഒരുക്കി തന്ന അഭിഷേകത്തിന് ദൈവസഭയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അടിയന്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കും. इस कलीसिया को मैं धन्यवाद करता हूँ, मुझे ऐसा मौका दिया है। आप सबको बहुत बहुत धन्यवाद। प्रभु सबको आशीष दे।